നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ശനിയുടെ കാരകത്വങ്ങളെക്കുറിച്ചാണ്. ബാക്കി 6 ഗ്രഹങ്ങളുടെയും കാരകത്വം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശനിയുടെ കാരകത്വം. ശനി ഒരു ഫിലോസഫർ ഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ജീവിതയാത്ര അവസാനിപ്പിച്ച് മറ്റൊരു തലത്തിലേക്ക് പോകാൻ ഒരു സൂചന തരുന്ന ഗ്രഹം. നമുക്ക് എന്നായാലും ഇവിടെ നിന്ന് പോയേ പറ്റൂ. ചിലർക്ക് വലിച്ചു നീട്ടാൻ കുറേ കാലം. എന്ത് അഭ്യാസം കാണിച്ചിരുന്നാലും നമുക്ക് മറ്റൊരു തലത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് സൂചന തരുന്ന ഗ്രഹമാണ് ശനി. 8ാം ഭാവാധിപൻ, 22ാം ദ്രേക്കാണാധിപൻ, ശനി എന്നിവരുടെ ചില ചാരവശാലുള്ള കോമ്പിനേഷൻ വരുമ്പോൾ ആ സൂചന കിട്ടും എന്നുള്ളതാണ്. പേടിക്കണ്ട. നമുക്ക് ഈ ജാതകത്തിൽ കൃത്യമരണസമയം ആർക്കും പ്രവചിക്കാൻ ഈ ശാസ്ത്രത്തിൽ സാധ്യവുമല്ല. എന്നാലും ഓരോ ഗ്രഹങ്ങളും തരുന്ന ആയുസ് എന്ന് പറഞ്ഞ് ഓരോ ഗണിത പദ്ധതിയുണ്ട്. അത് ഞാൻ എന്തായിരുന്നാലും ഈ എപ്പിസോഡിലൂടെ അല്ലെങ്കിൽ ഈ ശാസ്ത്രീയ പഠനത്തിലൂടെ ഇടുന്നില്ല. കാരണം നിങ്ങൾ തന്നെ സ്വയം ഇത് നോക്കിയെടുത്ത് എനിക്ക് ഇത്ര ആയുസേ ഉള്ളൂ, അയ്യോ എന്ന് പറഞ്ഞ് അപ്പോഴേ കാറ്റ് പോകും. മുറി വൈദ്യൻ ആളെ കൊല്ലും എന്ന് പറയുന്നത് പോലെ നമുക്ക് സാധാരണക്കാർക്ക് എത്രാമത്തെ വയസ്സിൽ മരിക്കും അങ്ങനെയൊന്നും അറിഞ്ഞു വെക്കണ്ട. ചില പ്രതിഭകൾക്ക് അതറിഞ്ഞു വച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേരത്തെ ചെയ്യാൻ പറ്റും. അതായത് ഈ അമേരിക്കക്കാരനായ ഒരു ലാറി കോളിൻസും ഫ്രഞ്ചുകാരനായ ഒരു ഡൊമിനിക് ലാപ്പിയറും ചേർന്ന് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തര കാലത്തിൽ, സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളെ ക്രോഡീകരിച്ച് വളരെ സത്യസന്ധമായും ഗവേഷണാത്മകമായും എഴുതിയിരിക്കുന്നതാണ് ആ പുസ്തകം. ഞാൻ നിരവധി തവണ ആവേശത്തോടെ വായിച്ചിട്ടുള്ള ആ പുസ്തകത്തിൽ നിരവധിയായ ചരിത്ര കഥാപാത്രങ്ങളല്ല, ചരിത്രത്തിൽ ജീവിച്ചിരുന്നവർ, അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെയും വിവരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ അനാവശ്യമായി വീഡിയോ വലിച്ചു നീട്ടുന്നു, ജ്യോതിഷം പറയാതെ നീട്ടുന്നു എന്നൊക്കെ ആക്ഷേപമുണ്ട്. അത് എത്ര ആക്ഷേപം വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. ഇത് ജ്യോതിഷം മാത്രമല്ല, ഫിലോസഫി ഉണ്ടാവും, ജീവിതമുണ്ടാകും, ചരിത്രമുണ്ടാകും എൻ്റെ വർത്തമാനത്തിൽ. അപ്പോൾ സ്വാതന്ത്ര്യം 1945-46 കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ബോംബെയിലെ ഒരു ഡോക്ടർ പട്ടേൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ആശുപത്രിയിൽ ഒരു പ്രശസ്തനായ രാഷ്ട്രീയക്കാരൻ ഇരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു ചെക്കിങ്ങിന് വന്നതാണ്. അത് മറ്റാരുമായിരുന്നില്ല, പിൽക്കാലത്തെ പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് അലി ജിന്ന ആളൊരു പുലിയാണ്. അദ്ദേഹം ഇരുന്ന് തൻ്റെ അസുഖ വാർത്ത പട്ടേലിൽ നിന്ന് കേൾക്കുകയാണ്. 1.5 വർഷത്തിനകം അല്ലെങ്കിൽ 2 വർഷത്തിനകം മരിച്ചു പോയേക്കാവുന്ന ശ്വാസകോശത്തിൽ തുള വീഴുന്ന ക്ഷയം എന്ന മാരകമായ രോഗം അങ്ങയെ ബാധിച്ചിരിക്കുന്നു. ഇനി അങ്ങയുടെ ഈ പ്രവർത്തന പദ്ധതികളിലെല്ലാം മാറി മരുന്നും ചികിത്സയും റെസ്റ്റുമായിട്ട് ജീവിച്ചാൽ 2 വർഷം തള്ളിപ്പോകാം. നിർവികാരനായി അത് കേട്ടിരുന്ന ജിന്ന ഒരു കാര്യം പറഞ്ഞു ഡോക്ടറോട്. ഡോക്ടർ, ഇത് ഞാനും നിങ്ങളും മാത്രമേ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ. എൻ്റെ മരണം വരെയും ഇത് മറ്റാരും അറിയുകയും ചെയ്യരുത്. അതെന്താണ്? എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണത്? എനിക്ക് സ്വാതന്ത്ര്യത്തോടൊപ്പം പാകിസ്ഥാൻ എന്ന രാജ്യം മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കണം. അതിൻ്റെ പ്രസിഡൻ്റ് ആകണം എനിക്ക്. കാരണം എൻ്റെ രോഗവിവരം പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ നേതാക്കൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം അവർ വച്ച് നീട്ടും. ഞാൻ മരിച്ചു പോയതിന് ശേഷം പിന്നെ പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് കിട്ടുകയുമില്ല. അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ വാദം തെറ്റോ ശരിയോ അതല്ല. അയാളൊരു കാര്യം ഉദ്ദേശിച്ചിരിക്കുന്നു. അയാൾ നേരെ പോയത്
റെസ്റ്റ് ചെയ്യാനായിരുന്നില്ല. സ്വാതന്ത്ര്യം എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ വാദമുന്നയിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനും അതിൻ്റെ പ്രസിഡൻ്റാകാനുമുള്ള പരിശ്രമം അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. അയാളുടെ മരണത്തിന് മുമ്പ് അത് ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം വാങ്ങി അതിൻ്റെ ആദ്യ പ്രസിഡൻ്റായി. ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു പോവുകയും ചെയ്തു. നമ്മളായിരുന്നെങ്കിലോ ഡോക്ടറിൽ നിന്ന് ആ വാർത്ത കേൾക്കുമ്പോഴേ കാറ്റുപോകും. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് മരണസമയം ഗണിച്ച് ഊഹിച്ച് വെക്കണ്ട. 80 വയസ്സായാൽ പോലും, അല്ലെങ്കിൽ 90 വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ പോലും 89ാമത്തെ വയസ്സിൽ ഇനി കുറച്ച് കാലം കൂടെ എനിക്കുള്ളോ എന്ന് പറഞ്ഞ് കണ്ണും തള്ളിയിരിക്കേണ്ടി വരും. വേണ്ട. ചിലരെ കൊണ്ട് ജാതകം എഴുതി വാങ്ങിക്കുന്നത് പോലും ടെൻഷനാണ്. ഇവന്മാർ 50 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 60 വയസ്സിന് ശേഷം ചിന്ത്യം എന്നെഴുതി കളയും. അപ്പോഴേ ഉള്ളിൽ തീയാവും. അയാൾക്ക് ഒരു ജ്യോതിഷനും തീരുമാനിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ശനിയുടെ കാരകത്വങ്ങൾ എന്താണ്? നിരവധിയായ കാരകത്വങ്ങളുണ്ട്. നമ്മുടെ ഫലദീപികയിൽ ആചാര്യൻ പറഞ്ഞു വച്ചിരിക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം. 4 വരി ശ്ലോകത്തിലാണ് അദ്ദേഹം പറഞ്ഞ് വച്ചേക്കുന്നത്. അതിന് ആദ്യം തന്നെ തുടങ്ങുന്നത് ആയുഷ്യം മരണം ഭയം പതിതതാം, ഇതിനൊക്കെ പേടിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് മലയാളം നോക്കാം. ആയുസ്, മരണം, ഭയം, ജാതിപ്രശ്നം, ദുഃഖം, അപമാനം, രോഗം, ദാരിദ്ര്യം, ഭൃത്യൻ, പാപം, നിന്ദ, ആപത്ത്, സ്ഥിരത, നീച ജന സംസർഗം, മഹിഷം, മടി, ഋണം, ഇരുമ്പ്, ദാസത്വം, കൃഷിസാധനം, കാരാഗ്രഹം, ബന്ധനം എന്നിവയെല്ലാം ശനിയെ കൊണ്ട് പറയേണ്ടതാണ്. ഒരു നല്ല കാര്യവും പറഞ്ഞിട്ടില്ല. സ്ഥിരത്വം പറഞ്ഞിട്ടുണ്ട്, ഇരുമ്പിൻ്റെ കാരകത്വവും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ ഏതെല്ലാം കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരും ഈ ബുദ്ധിമുട്ടുകളെല്ലാം അതിനുള്ള സൂചന ചാരവശാൽ തന്നുകൊണ്ടിരിക്കുന്ന ഈ ഗ്രഹം നല്ലതല്ലേ? ആ ശനി നമുക്കിത് തരുന്നു എന്നല്ല അർത്ഥം. ശനി ഒന്നും ചെയ്യുന്നില്ല. ശനി 30 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ രാശിചക്രം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു രാശിയിൽ 2.5 വർഷം ഉണ്ടാകും. ആ രാശിയിൽ ലഗ്നാൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ, ദശാകാലമല്ല, ആ രാശിയിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് ദോഷ സൂചനകൾ, അപ്പോൾ ആപത്ത് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രഹമല്ലേ ഏറ്റവും നല്ല ഗ്രഹം? നമുക്ക് ശുക്രൻ ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെ സൂചന തരുമ്പോൾ, അത് സൂചന തന്നാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. മറിച്ച് നമുക്കൊരാപത്ത് വരുമ്പോൾ, നിനക്കിതാ ആപത്ത് വരാം. ശനിയല്ല ആപത്ത് വരുത്തി വെക്കുക, ശനി ആപത്തിൻ്റെ സൂചന തരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടി നമുക്ക് സൂചന തരുന്ന രാശിചക്രത്തിലെ ശനി ഈ 7 ഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും മികച്ച ഗ്രഹമാണെന്നും ഞാൻ പറയും. ആയുസ് വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ കോമാവസ്ഥയിൽ ഒരു 10, 40 അല്ലെങ്കിൽ 30 വയസ്സായ ശേഷം ഒരു കോമാ അവസ്ഥയിൽ ഒരു 10-50 വർഷം ബോധമില്ലാതെ കിടക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ശരീരവും മനസ്സും കാർന്നു തിന്നുന്ന വേദനയോടുകൂടി, അതായത് 3000 വർഷം പുഴുത്തലഞ്ഞ് വേദന അനുഭവിച്ച് ഈ ലോകത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, അശ്വത്ഥാത്മാവ്. വല്ല കാര്യമുണ്ടോ അങ്ങനെ ജീവിച്ചിട്ട്? പുണ്യം നിറഞ്ഞ ജീവിതങ്ങൾക്കൊന്നും അധിക ആയുസ് സാധാരണ കിട്ടിയിട്ടില്ല. ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. 27 വയസ്സ് വരെ മാത്രം ജീവിച്ച ആദിശങ്കരൻ ഇവിടെ സൃഷ്ടിച്ചത് ആധ്യാത്മികതയിലെ പുതിയൊരു വിപ്ലവം. 33.5 വയസ്സ് വരെ മാത്രം ജീവിച്ച യേശു ക്രിസ്തു ആ കാലഘട്ടത്തിലെ
സാമൂഹ്യപരമായ നവോത്ഥാനം കൊണ്ടുവന്നു. ഇങ്ങനെ നിരവധിയായ പേര്. ആയുസ് നീട്ടിക്കിട്ടുന്നതും തെറ്റല്ല. എത്ര ആയുസ്സുണ്ടോ അവിടെ മനുഷ്യ നന്മക്കായി, സ്വയം നന്മക്കായി ജീവിക്കുക എന്നുള്ളതാണ്. ശനി സ്ഥിരതയുടെ ആളായതുകൊണ്ട് ഈ ചെയ്യുന്ന ജോലി നിരന്തരം പ്രതിഫലേച്ഛയില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കും. അലസതയുടെ ആളാണ്. എന്നാൽ ശനി 10ാം ഭാവം, 10ാം ഭാവപതി ഇത്യാദി കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് നല്ലത് എന്ന് പറയും. ശനി സ്ഥിരതയുടെ ആളാണ്. നോക്കൂ, മറ്റ് സ്വർണം, വെള്ളി ഇത്തരം സംഗതികളുടെ കാരകത്വങ്ങൾ മറ്റ് ഗ്രഹങ്ങൾക്ക് കൊടുത്തപ്പോൾ ഇരുമ്പിൻ്റെ കാരകത്വമാണ് ശനിക്ക് കൊടുത്തിട്ടുള്ളത്. ഇരുമ്പെന്താ മോശക്കാരനാണോ? നമ്മുടെ ഇന്ന് കാണുന്ന യന്ത്ര സംവിധാനങ്ങളെല്ലാം ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, സ്വർണം കൊണ്ടല്ല, വെള്ളി കൊണ്ടുമല്ല. ഇരുമ്പില്ലാത്ത ലോകത്തെ പറ്റി ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരകത്വം ശനിക്കാണ്. ജീവിതത്തിൽ സംഭവിക്കാവുന്ന സർവ്വ ദുരിതങ്ങളുടെയും മരണം ഞാനൊരു ദുരിതം എന്ന് പറയില്ല, അതൊരവസ്ഥയാണ്, അതൊരു മാറ്റമാണ്. ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ചേക്കാവുന്ന എല്ലാ ദുരിതങ്ങളുടെയും സൂചന ശനി തരുമ്പോൾ ആ ശനി നല്ലതല്ലേ? എല്ലാ ഗ്രഹങ്ങളും നല്ലത് തന്നെ. ശനി രാശിചക്രത്തിൽ അങ്ങനെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. ശനിയെ പേടിക്കുന്നത് ഇങ്ങനെ ദുരന്തങ്ങളുടെ സൂചന തരുന്നത് കൊണ്ടായിരിക്കാം. നല്ലതല്ലേ? മഴയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഒക്കെ വരുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചന തരുമ്പോൾ നമുക്കതിനനുസരിച്ച് ഒരുങ്ങാമല്ലോ. അത് നല്ലതല്ലേ? എന്ന് മാത്രമല്ല, ഈ ലോക ജീവിത യാത്ര മതിയാക്കി നാം വിജയകരമായി മതിയാക്കേണ്ടതുണ്ട്. വിജയകരമായി എങ്ങനെയാ മതിയാക്കുക? നമ്മുടെ ധർമ്മം, നമ്മൾ ഇവിടെ പൗരബോധത്തോടുകൂടി മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിച്ച്, നമ്മളും സ്വയം സന്തോഷത്തോടുകൂടി ജീവിച്ച്, എന്ന് പറഞ്ഞാൽ കുറച്ച് സമ്പത്ത് പിൽക്കാല തലമുറക്ക് ദൂർത്തടിക്കാൻ കുറച്ച് സമ്പത്ത് കുമിച്ചുകൂടി വച്ചിട്ട് ഒരു പടുവിട്ടിയെ പോലെ മരിക്കുന്നതിൽ അർത്ഥമില്ല. പിൽക്കാല തലമുറയെ ജീവിപ്പിക്കാനുള്ള, അവർക്ക് സ്വയം ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് സ്വയം സന്തോഷത്തോടുകൂടി ജീവിച്ച് സന്തോഷത്തോടുകൂടി യാത്ര പറഞ്ഞ് പോകാൻ കഴിയണം. അതിനുള്ള സൂചന ശനി തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശനിയുടെ കാരകത്വങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പിന്നെ പഠിക്കാം, ഇനി അടുത്ത എപ്പിസോഡ് മുതൽ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു സംഗതി, ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ നമുക്ക് നല്ലതും പൊല്ലാത്തതുമായ യോഗങ്ങളുണ്ട്. അതായത് ശനിയും കുജനും ഒത്തുചേർന്നാൽ അഗ്നിമാരുത യോഗം കുഴപ്പം നിറഞ്ഞ സംഗതി പറയുന്നു. ഗുരുവും ചന്ദ്രനും ചേർന്നാൽ കേന്ദ്രങ്ങൾ ഇങ്ങനെ നിരവധിയായ നല്ലതും പൊല്ലാത്തതുമായ യോഗങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ജാതകീയെപ്പറ്റി ഒരു സൂചന കിട്ടും. അപ്പോൾ അങ്ങനെ എത്ര എപ്പിസോഡ് നീളം ആ സംഗതി എനിക്ക് എന്നറിയില്ല. അപ്പോൾ യോഗങ്ങളെക്കുറിച്ചാണ് അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോഴും 50% പേരെങ്കിലും, യൂട്യൂബ് എല്ലാ വിവരവും തന്നുകൊണ്ടിരിക്കും, 50% പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നാലുള്ളൊരു കുഴപ്പം ഞാൻ ജ്യോതിഷ സ്നേഹികളോട് പറയാം. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഹോം പേജിൽ അങ്ങനെ എത്തണമെന്ന് നിർബന്ധമല്ല. സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ അതാത് സമയം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. നന്ദി.